അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കോവളം ബീച്ചിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതേ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ പുറത്തത്തെ കാഴ്ചകളാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ മുഴുവനും. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പൊട്ടി മേക്കപ്പൊക്കെ ഇട്ടേക്കണത്. പിന്നെ ഒടുക്കത്തെ വെയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പുറത്തത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോൾ രാവിലെ ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ പുറത്തോട്ട് ഇറങ്ങാം, നമുക്ക് പുറത്തത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ റിസോർട്ടും പൂട്ടിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി 2-3 പാർട്ടായിട്ടാണ് ഞാൻ നമ്മളുടെ ട്രാവലിൻ്റെ വ്ളോഗ് ഇങ്ങനെ ചെയ്യാൻ പോണത്. എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. എനിക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് 2-3 ഷെഡ്യൂളായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം കേട്ടോ. നമ്മൾ റിസോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നേരെ നോക്കുന്നത് നമ്മൾ കോവളം ബീച്ചിലോട്ടാണ്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളുണ്ട്. ഏറ്റവും കടലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു റിസോർട്ടാണ് ബീച്ച് ഫ്ലോറ. ഇതിനോട് കൂടി തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇത് ഇറങ്ങി കുറേ മീൻ കിട്ടുന്ന ഏരിയയാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ തോന്നി. നമ്മൾ 10 മണി തരക്കൊക്കെ വരുമ്പോൾ ഇവിടെ ലൈവായിട്ട് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മീനൊക്കെ ആയിട്ട് കുറേ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ പുറകെ കൂടി വെച്ച് പിടിച്ച് ഞാനിങ്ങനെ പോയി. അപ്പോൾ ഈ റിസോർട്ടിലോട്ടുള്ളത് ചെമ്മീനും മീൻ ഇതൊക്കെ ഫ്രഷായിട്ട് അവർക്ക് കൊണ്ടുവരണതാണ് ഈ കാണുന്നത് കേട്ടോ ചേച്ചിമാരൊക്കെ. കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടട്ടാ. ഒടുക്കത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല തിരമാലയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ കോവളം ബീച്ച് അങ്ങനെ കണ്ടിട്ടാ. ചെറിയൊരു മഴയുണ്ട് രാവിലെ തന്നെ, അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. റൂമിൻ്റെ ഉള്ളിൽ തന്നെ പോയിരിക്കേണ്ടതെന്ന് തോന്നണുണ്ട്. നല്ല അത്യാവശ്യം നല്ല മഴയാണ്. കണ്ണ് തുറന്ന് പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം ഞാനൊരു കൂളിംഗ് ഗ്ലാസ്. ഒരു ടൂറിനും വന്ന് 2-3 ദിവസമായിട്ട് എൻ്റെ ഈ വെറുപ്പിക്കലും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാറില്ല. നിങ്ങൾക്ക് മനസ്സിലാവൂല ഗൈസ്. ഞാനൊരു 15 വർഷത്തോളം ഞാൻ ഇപ്പറായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ കൈ കിട്ടിയിട്ടുള്ള സന്തോഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ പ്രാരാബ്ദങ്ങൾ കാരണം നമ്മൾക്ക് ഈ 15 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം ഞാൻ അനുചേട്ടനായാലും ഒരുപാട് സ്ട്രഗിളിലൂടെയൊക്കെയാണ് ഇത്രയും നാൾ പോയേക്കണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫൊന്നും അങ്ങനെ എൻജോയ് ചെയ്ത് ജീവിച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പാണ് ഞങ്ങൾ മാത്രമായിട്ട് ഒരുമിച്ചിട്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, അല്ലാണ്ട് ഞാനൊരു ഷോ ഓഫ് ഒന്നും കാണിക്കണതല്ലത്. അങ്ങനെ നമ്മുടെ ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് തൊട്ടരികെ തന്നെ ഉണ്ട്. അപ്പം നമ്മളൊന്ന് അവിടെ പോയി. ചേട്ടൻ ഇവിടെ ഇല്ല ഇപ്പോൾ. ചേട്ടൻ ഇവിടുന്ന് വേറൊരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ പോയി. ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയേനെ. അങ്ങനെ നമ്മൾ കടലിന് അഭിമുഖമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോയിന്. അടിപൊളി വൈബും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ നല്ല കടലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണം. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി മാത്രമായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് വഞ്ഞം. മാരേജൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളുകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ തിരക്കും ബാധ്യതകളൊക്കെ കഴിഞ്ഞ് ശരിക്കും ഭാര്യയും ഭർത്താവും കൂടി ഇതേപോലെ ഒരുമിച്ച് യാത്രയൊക്കെ വഞ്ഞം. അപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഞാനത് ശരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണം, നമ്മൾ മാത്രമായിട്ട് നമ്മുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഒരു ദിവസം നമ്മൾ മാത്രമായിട്ട് ഒന്ന് വരാം. ഞാനിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവാണ്. പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ തിക്ക് തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഒരു ദിവസം അത് ഞാൻ അനുസരിച്ച് മാത്രമായിട്ട് ദൂരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നറിയോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വന്ന് നോക്ക്, അറിയാം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്ത് അങ്ങനെ മസാല ദോശയൊക്കെ വന്നിട്ട് അടിപൊളി മസാല ദോശ. നമ്മൾ സാധാരണ നാട്ടിൽ കഴിക്കണേക്കാളും എന്തൊരു വെറൈറ്റി സ്പെഷ്യൽ, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് പറഞ്ഞ ഒരു ആരതി റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ബീച്ച് ഫ്ലോറിൻ്റെ തൊട്ടരികത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റാണ് ഈ ആരതി. അടിപൊളി മസാലയും കാര്യങ്ങളും അതിൻ്റെ സാമ്പാറായാലും ചട്നി ആയാലും എല്ലാം അടിപൊളി ക്വാളിറ്റിയിൽ നല്ല തിക്കായിട്ട്. എന്തൊരു പ്രത്യേകത എന്തോ ഉണ്ട് ആ മസാലയൊക്കെ. ഞാൻ ചോദിച്ച് അത് പിടിച്ചെടുക്കാനൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്നും രക്ഷയില്ല. അപ്പോൾ ഞാനും മനുഷ്യനും കൂടിയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാലത്ത് മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഇരുന്നു. ഈ ബീച്ച് സൈഡിൽ ഇങ്ങനെ ബീച്ചിൻ്റെ കാറ്റും കൊണ്ടോട്ട് ഇങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് അടിപൊളി. അത് കഴിഞ്ഞൊരു കാപ്പി ഓർഡർ ചെയ്ത് ആ കാപ്പിയും എടുത്തു പറയണം. അടിപൊളി കാപ്പി.
അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. ഇനി ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ നടക്കാനായിട്ടും കാഴ്ചകൾ കാണാനൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, എന്നിട്ട് കണ്ടെയ്നർ മറിഞ്ഞേക്കണ കാരണം എല്ലായിടത്തും ബാൻ ചെയ്ത് അടച്ച് കെട്ടി പൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ സൈഡിലേ വരാതെ കൂടി ഇങ്ങനെ നടക്കാം. അങ്ങനെ കോവളം ബീച്ചിലൂടെ ഞാൻ അനീഷേട്ടനും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയേക്കേണ്ടാവും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം ഈ ബീച്ച് സൈഡിലെ കൂടി ഒന്ന് നടന്ന് ഇവിടെയൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് നോക്കാം. നിങ്ങളെ കാണിച്ചു തരാം. ട്രിപ്പ് ക്യാൻസലായപ്പോൾ ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് അടിപൊളിയായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ടൈല് പോയിട്ട് നമുക്ക് കോളത്തോട്ട് കിട്ടും. ഇനിയിപ്പോൾ വെക്കേഷന് പിള്ളേരെ കൊണ്ട് പോകണമെന്ന് ഓർത്തിരിക്കണേ. എന്തായാലും ഇവിടെ വന്ന് നോക്കിയിട്ട് ഇവിടുത്തെ അവസ്ഥ പറഞ്ഞേ. ഒരു മാങ്ങ ഉപ്പുമുളക് കിട്ടിയാലോ വാങ്ങിക്ക് പോകുമ്പോ മക്കള് വരും കല്ലിട്ട് വരുമ്പോ വരാം. മറ്റേ വേളാങ്കണ്ണിയിലൊക്കെയാണ് ഞാനിങ്ങനെ കണ്ടേക്കണം. മാങ്ങയൊക്കെ ഉപ്പും മുളകൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ചെത്തിയരിഞ്ഞ് തരൂലേ, അത് ഞാൻ വേളാങ്കണ്ണിയിലൊക്കെയാണ് കണ്ടേക്കണം. അതേപോലെ കുറേ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് തിന്ന് ഇനിയിപ്പോൾ വയറിളക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെയും കൊണ്ടൊക്കെ ഇവിടുന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വലിയ റിസ്ക് എടുത്തില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് അമ്മാമനെ പറ്റിച്ച് പതുക്കെ ഇങ്ങോട്ട് നടന്നിട്ടാ. അങ്ങനെ ഞാൻ അഞ്ചിനോട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഈ വരാന്തകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ഗൈസ്. ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ളൂ. എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും ഇല്ലാണ്ടിരുന്ന വെച്ചാൽ കാലങ്ങളും സമയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ 2 വീലറൊക്കെ വാങ്ങിച്ചതൊക്കെ. ഒരു സായിപ്പിൻ്റെ പോക്ക് നോക്കിയേ തിരിഞ്ഞിടൂ. ഈ ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചു തരാൻ ചേട്ടാ. ഞാൻ ഇതിട്ടുണ്ട്. ഇത് മഞ്ഞ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ബീച്ചിൽ കൂടി ഇങ്ങനെ പോകണമെന്നൊരാഗ്രഹം ചേട്ടൻ എന്നെ ഓടിച്ച്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടൊക്കെ. പക്ഷെ നല്ല പ്രായത്തിൽ പോരണോട്ടാ. എനിക്കിപ്പോൾ കാലൊക്കെ വേണ്ടത് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ വയസ്സാകാലത്ത് ടൂർ വന്നാലും ഇങ്ങനെ ഇരിക്കും. കുറച്ച് കാലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ടാകും. നമുക്ക് കുറേ നാളെത്തിയിട്ട് ഇങ്ങനെ നമ്മുടെ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഇത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ളൊരു യാത്ര. അപ്പോൾ അതിങ്ങനെ കിട്ടിയ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അറിയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഞാൻ വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങടെ ഇറക്കാത്തത് ആ കണ്ടെയ്നറിൽ നിന്ന് മറിഞ്ഞ് പോയേക്കണ സാധനങ്ങൾ അടിച്ച് വാരി കൂട്ടി ഇവർ എടുത്ത് വെക്കണമെങ്കിൽ കാണണം. കൂട്ടി അത് എവിടെയോ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ വടം വെച്ചിട്ട് കെട്ടി അങ്ങോട്ടൊന്നും ഇറക്കണില്ല. ആ സാധനങ്ങൾ വന്ന് അടിയണതിനനുസരിച്ച് ചൂല് വെച്ച് അടിച്ചടിച്ച് അവരത് ചാക്കിലാക്കി കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടി നടന്ന് മാത്രമേ കോവളത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഇറക്കി വിടുന്നില്ല. ഇപ്പം ചെറിയൊരു മഴയുണ്ട്. സാധാരണ ഭയങ്കര മഴയുമുണ്ട് വെയിലുണ്ട്. കുറുക്കൻ്റെ കല്യാണം മഴയും വെയിലും കൂടി ഒരുമിച്ചാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും അരികത്ത് എത്തിയിട്ടാ ബീച്ചിൻ്റെ നടന്നു. ഒരുപാട് കാണാനൊക്കെ കിട്ടാം. ഈ പ്ലാസ്റ്റിക് പോലത്തെ ഈ ബട്ടൺ സാധനം വന്നടിഞ്ഞിട്ടുണ്ട്. ആ സാധനമാണ് ഈ അടിച്ച് വാരി കൂട്ടിയിട്ട് അവർ ചാക്കിൽ നടക്കുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. 2-3 എടുത്ത് ഞങ്ങൾ നോക്കിയതാണ്. അങ്ങനെ കുറച്ച് നേരം ആ വീണു കിടക്കുന്ന സാധനങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ള പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കുക. എന്നാലും ചേട്ടൻ പറഞ്ഞു തരരുത് ഇന്ന സാധനങ്ങളാണെന്നൊക്കെ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ബീച്ചിൻ്റെ അരികത്ത് ഇവിടെ കുറച്ച് നേരം നിൽക്കാൻ നമുക്ക് അനുവദിക്കും. അപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോകണം. എങ്ങോട്ട് തിരിഞ്ഞാലും കുറേ തുണിക്കടകളുണ്ട് കേട്ടോ. എവിടെ കണ്ടുകഴിഞ്ഞാലും തുണികൾ കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുവാണ് എനിക്ക്. അപ്പോൾ ഓരോ തുണിക്കടകളിലൊക്കെ കയറി വലിയ പൊളിക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഓരോ കടയിലോട്ടൊക്കെ കയറി ഇറങ്ങി അടയ്ക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ വേറൊരു ഷോപ്പ് പുതിയ കണ്ടുപിടിച്ച് ആ ഷോപ്പിലേക്കാണ്. അനുചേട്ടനെ പാതിരി വഴിയിൽ എവിടെയോ മറഞ്ഞു പോയി.
ചേട്ടൻ ഇനിയിപ്പോൾ കണ്ടുപിടിച്ച് ഫോൺ വിളിച്ചോളും കണ്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ടോപ്പ് കളക്ഷനാണ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യമുണ്ട് കളക്ഷൻ. അപ്പോൾ വെറുതെ കയറി വാങ്ങിക്കാനൊന്നുമല്ല, വെറുതെ ഒന്ന് കാണാൻ ഇവിടെ വരെ വന്നിട്ട് ഇതൊക്കെ കാണാണ്ട് പോകണം ശരിയല്ലല്ലോ. നല്ല കുഴപ്പമില്ല കേട്ടോ. അഫോർഡബിൾ ആയ റേറ്റും കാര്യങ്ങളും. 12:45 കാലും കൈയൊക്കെ കഴച്ച് ഗൈസ്. നടന്ന് കാലൊക്കെ കഴച്ച്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് നേരം പോയിട്ട് നമ്മുടെ റിസോർട്ടിൽ പോയി കിടക്കാൻ പോകും. കാലൊക്കെ വേഗം എടുത്തിട്ട് പാടില്ല. ഇനിയിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിട്ട് നിൽക്കണം. അവിടെയാണ് ലൈറ്റ് ഹൗസ്. ഇനി അവിടെ വരെ മുകളിലോട്ടൊക്കെ കയറിയാലാണ് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ചെന്ന് നോക്കണം അങ്ങോട്ട് കയറ്റി വിടോ ഇല്ലേന്നൊന്നും. ഈ കണ്ടെയ്നർ മറിഞ്ഞേക്കണോണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പ്രവേശനം നടപടിയാവൂല. അങ്ങനെ ഞങ്ങൾ 2 നാരങ്ങളും കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയേണ്ട. അയ്യോ നടന്ന ഉപ്പാടളക്കി. തിരിച്ച് നമ്മുടെ റൂമിലോട്ട് വരാം കേട്ടോ. എൻ്റെ പൊന്നെ കാലൊക്കെ വേണ്ടി തുടങ്ങി ഗൈസ്.